പ്രത്യേകം പറയാം. ഞാൻ ആരതി എന്ന് പറയുന്ന ആ കുട്ടിയുടെ കരുത്തിനെ, രാമചന്ദ്രന്റെ മകളുടെ കരുത്തിനെ വിസ്മയത്തോടു കൂടിയാണ് ഞാൻ നോക്കിക്കാണുന്നത്. ഞാൻ ഇന്നലെ മുതൽ ആ കുട്ടിയെ പലതവണ വിളിച്ചിട്ടുണ്ട്, ഇന്ന് പലതവണ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ആ രാമചന്ദ്രന്റെ മകൻ അരവിന്ദിനോട് ബാംഗ്ലൂരിൽ ഇങ്ങോട്ട് വരേണ്ടതില്ല, ഇന്ന് മോൻ നേരെ കൊച്ചിയിലേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞ് റീഡയറക്റ്റ് ചെയ്തു. പിന്നെ ഞാൻ അവരുടെ രാമചന്ദ്രന്റെ ഭാര്യ ഷീലയെ ഞാൻ കണ്ടിട്ടില്ല. അത് മകൾ എന്നോട് പറഞ്ഞത്, ഒരിക്കലും അമ്മയെ നിങ്ങൾ കാണരുത്, ചേട്ടൻ കാണരുത്, അമ്മ എനിക്ക് സേഫായി വീട്ടിലേക്ക് എത്തിക്കണം, അമ്മ കാർഡിയക് പേഷ്യന്റ് ആണ്, അമ്മ ഇത് അറിഞ്ഞാൽ എന്താകും എന്നുള്ളതിന്റെ ഭയം എനിക്കുണ്ട്. ഈ സംഭവം നടന്നതിന് ശേഷം അമ്മയെ സ്റ്റാർ ഓഫ് കാശ്മീർ എന്ന് പറയുന്ന അവർ താമസിച്ച ഹോട്ടലിൽ ഈ കുട്ടി കൊണ്ടുചെന്നാക്കി. അതിനുശേഷം അച്ഛന്റെ ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം ഐഡന്റിഫിക്കേഷൻ നടപടികൾക്കൊക്കെ ഈ കുട്ടി കരുത്തോടുകൂടി നേതൃത്വം കൊടുത്തു. എന്നിട്ട് അതിനുശേഷം അച്ഛന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് അടക്കം വാങ്ങി എല്ലാം കഴിഞ്ഞ് അവസാനം പോലീസ് കൺട്രോൾ റൂം പരിസരത്തേക്ക് വരികയാണ് എന്നോട് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അവിടെ എത്തിയപ്പോ ഞാൻ മുഴുവൻ ബോഡിയുടെ ബോക്സസും അവിടെ ഒന്നിച്ച് അണിനിരത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഇവിടേക്ക് അമ്മയുമായി വരുന്നത് അപകടം ചെയ്യും. അപ്പൊ എന്നോട് ആരതി പറഞ്ഞത്, അവിടേക്ക് വരാതെ ഞങ്ങൾ ഡയറക്റ്റ് ആയി എയർപോർട്ടിലേക്ക്, ശ്രീനഗർ എയർപോർട്ടിലേക്ക് പോകാം. അങ്ങനെ എയർപോർട്ടിലേക്ക് അവർ നേരിട്ട് പോയി അച്ഛന്റെ ഭൗതിക ശരീരത്തോടൊപ്പം ഒന്നിച്ച് അവർ യാത്ര പോയി. എനിക്ക് തോന്നുന്നു ഒരാൾക്ക് ഈ സമയത്ത് എത്രത്തോളം ആത്മവിശ്വാസത്തോടു കൂടി സ്വയം വേദന കടിച്ചമർത്തി, സ്വന്തം അച്ഛന്റെ മരണം നേരിൽ കണ്ട് ആ വേദന മുഴുവൻ കടിച്ചമർത്തി എല്ലാ പ്രശ്നങ്ങളെയും സ്വന്തം മാനേജ് ചെയ്യാനുള്ള ഒരു ഭാരതീയന്റെ, ഒരു ഇന്ത്യക്കാരിയുടെ കരുത്തിന്റെ പ്രതീകമാണ് ആരതി എന്ന് പറയുന്ന ആ കുട്ടി.